അങ്ങനെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ പത്തരമാറ്റിൽ വരുന്നത്. ജലജയുടെ മകൾ അവന്തിക അനന്തപുരിയിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു. അവന്തികയെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് തന്നെ ജലജയുടെ ഭർത്താവായ നാഗേന്ദ്രനാണ്. നാഗേന്ദ്രൻ തന്നെയായിരിക്കും കേട്ടോ എൻ ജ്വല്ലറിയുടെ MD. അവരിപ്പോ മൂർത്തി ജ്വല്ലറിയുടെ തന്നെ ബന്ധശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് അവന്തികയെ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. ഒരു പാവം കുട്ടിയായിട്ട് അനന്തപുരിയിൽ നിന്ന് എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി അവിടുത്തെ രഹസ്യങ്ങളെല്ലാം തന്നെ ചോർത്തി കൊടുക്കുകയാണ് ഇവളുടെ പണി. പാവം ജലജയ്ക്ക് പോലും ഈ വിവരം ശരിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ അവന്തിക അവിടെ പല കളികളും കളിക്കുന്നുണ്ട്. എന്നാൽ ആദർശും മുത്തശ്ശനും വിചാരിക്കുന്നത് അവളെ ഒരു നന്മ മരമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആദർശിനെ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. എങ്കിലും പിന്നീട് സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അവർ ആ നഷ്ടമെല്ലാം നിരത്തുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനിയുടെയും നന്ദുവിന്റെയും പ്രണയം അവിടെ പൂവിട്ടുകൊണ്ടേയിരിക്കാണ്. അങ്ങനെ നന്ദുവിന്റെയും നവീന്റെയും വിവാഹം ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദു ഒരു കള്ളം പറയും. നന്ദു ഗർഭിണിയാണെന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വിവാഹം, നവീനുമായിട്ടുള്ള വിവാഹം മുടങ്ങി പോകുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അനിയും നന്ദുവും ഒന്നിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ടേ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ. അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് അവന്തിക രംഗപ്രവേശനം ചെയ്തതോടുകൂടി നല്ല പിള്ളയായി ചമഞ്ഞുകൊടുത്തിന് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നിട്ട് നല്ല കുട്ടിയായിട്ട് കാണലൊക്കെ വീണിട്ട് അനുഗ്രഹം വാങ്ങിക്കും. അതുപോലെ തന്നെ സ്വന്തം അമ്മയായ ജലജയെ കുറ്റപ്പെടുത്താനും അവന്തിക മറന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്കോർ ചെയ്യണമെങ്കിൽ ജലജയും അഭിയും ഒക്കെ തള്ളി പറയണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി ദേവയാനിയോടും നായനോടൊക്കെ ജലജയുടെയും അഭിയുടെയൊക്കെ കുറ്റം വായതോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ജലജയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, നീ വന്നത് നന്നായി മോളെ, പക്ഷേ നീ എന്താ ഇപ്പോൾ ഇവിടെ എല്ലാവരുടെയും അടുത്ത് ഇത്ര വലിയ നല്ല കുട്ടിയായിട്ടൊക്കെ നിൽക്കുന്നത്? അന്നേരം അവന്തിക പറയുന്നുണ്ട്, പിന്നല്ലാതെ അമ്മയും അഭിയേട്ടനെയും പോലെയാണോ ഞാനിവിടെ നിൽക്കേണ്ടത്? നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്? അങ്ങനെയൊക്കെ നിങ്ങളുടെ കൂടെ ചേർന്നിട്ട് എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അന്നേരം ജലജ പറയുന്നുണ്ട്, മോളെ നിന്റെ കല്യാണം വരെ എങ്ങനെയെങ്കിലും ഇവിടെ നല്ല കുട്ടിയായിട്ട് ഇവിടെ നിൽക്ക്. എങ്കിലേ എവിടെയെങ്കിലും ഒന്ന് നല്ല സ്ഥലത്ത് കയറി പറ്റാനോ നല്ലൊരു വിവാഹ ജീവിതം നടക്കാനൊക്കെ ചാൻസ് ഉള്ളൂ. അന്നേരം അവന്തിക പറയുന്നുണ്ട്, ഓ വിവാഹം, അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ ചിന്തയില്ലാമേ. ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ജ്വല്ലറിയിൽ തന്നെ കയറി ഒരു നല്ല പൊസിഷനിൽ ട്രെയിനറായി ഇരുന്ന് കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്നേരം ജലജി ചോദിക്കുന്നുണ്ട്, നിന്നെ അവരെല്ലാം ചേർന്ന് ജ്വല്ലറിയിൽ കയറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അബിക്ക് കൊടുത്ത പണിയൊക്കെ മുത്തശ്ശനും ആദർശും കൂടി എടുത്തങ്ങ് കളഞ്ഞു. അബിയെ ജ്വല്ലറിയുടെ പരിസരത്ത് പോലും അടുപ്പിക്കുന്നില്ല, പിന്നെയാണോ നിന്നെ? അന്നേരം അവന്തിക പറയുന്നുണ്ട്, അമ്മേ നോക്കിക്കോ, ഞാൻ ജ്വല്ലറിയിൽ കയറി പറ്റും, ആദർശേട്ടന്റെ സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്യും. ഒക്കെ അമ്മ നേരിട്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവന്തിക വെല്ലുവിളിക്കാണ്. അതെ, അബിയെ അവിടെ നിന്ന് പുറത്താക്കിയെങ്കിൽ അത് അവന്റെ കയ്യിലിരിപ്പെല്ലാം മോശമായിട്ടല്ലേ? ആദർശേട്ടൻ വെറുതെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് പറയണ അവന്തിക. അങ്ങനെ ജലജയുടെ മുന്നിൽ ഒരു കരടായി തന്നെ നിൽക്കായിരിക്കട്ടെ അവന്തിക. ജലജ അന്നേരം ആലോചിക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ ഇത്രയും വലിയൊരു മാറ്റം? എന്നാലും ഇതെങ്ങനെയാ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിക്കാണ് ജലജ. ശരിക്കും ഇവൾ എൻ്റെ മോള് തന്നെയല്ലേ? പണ്ട് പോയപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പഠനം കഴിഞ്ഞു വന്നപ്പോൾ ഇവൾ ആളാകെ മാറിപ്പോയി. ഇനി ജ്വല്ലറിയിൽ ഒരു നല്ല ജോലി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ സോപ്പിട്ട് നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ജലജ അബിയോട് പറയുന്നുണ്ട്, എടാ അബി, നിന്റെ പെങ്ങള് വന്നിട്ടുണ്ടല്ലോ, അവൾ വന്നാൽ നമുക്കൊരു ബലമാകുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ കാര്യങ്ങളാകെ മാറി മറിഞ്ഞു പോവാണല്ലോ. അബി ചോദിക്കും. അന്നേരം അബി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അവൾ നമ്മുടെ പക്ഷത്തല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ജലജ പറയുന്നുണ്ട്, നമ്മുടെ പക്ഷത്തോ? അവൾ വന്നത് തന്നെ ഒരു പാവം കുട്ടിയായിട്ടാണ്. നയനയോടൊക്കെ അവൾക്ക് എത്രമാത്രം സ്നേഹമാണെന്നോ. മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെ ഒക്കെ കാൽക്കൽ വീണ് അവൾ അനുഗ്രഹം വാങ്ങിച്ചു. അതുമാത്രമല്ല, അവൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ ജ്വല്ലറിയിൽ ട്രെയിനറായി കയറി ആദർശിന്റെ കീഴിൽ പണി പഠിക്കുമെന്നൊക്കെയാ പറയുന്നത്. അന്നേരം അബി പറയുന്നുണ്ട്, ആ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാൻ, അവളെ ആദർശ് അവിടെ ഉയരങ്ങളിലങ്ങ് കൊണ്ടിരുത്തും, അതെല്ലാം അങ്ങ് കണ്ടോളണം എന്നൊക്കെ പറയണ അബി. അവൾക്ക് അവിടെ ഒരു സ്ഥാനമൊന്നും കിട്ടാൻ പോകുന്നില്ലമ്മേ എന്നൊക്കെ പറയണ അബി. ജലജയും പറയുന്നുണ്ട്, അവളുടെ ലക്ഷ്യം അവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റുക എന്ന് മാത്രമാണല്ലോ മോനെ. അതുകൊണ്ടല്ലേ ഇത്ര സ്നേഹത്തോടെ അവൾ ഇവിടെ ഇങ്ങനെ എല്ലാവരെയും സോപ്പിട്ട് നിൽക്കുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയാം. അവൾ വന്നാൽ എനിക്കൊരു തുണയാകുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ ജലജ പരാതി പറയും. അന്നേരം അവന്തിക മൂർത്തി ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫായിട്ട് അവിടെ ജോലിക്ക് കയറാണ്. മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ചാണ് ആദർശിന്റെ കീഴിൽ തന്നെ പണിയെടുക്കാൻ അവൾ തീരുമാനിക്കുന്നത്.
എല്ലാവരും അവളെ സ്വീകരിച്ച് ജ്വല്ലറിയിലേക്ക് ആനയിക്കുന്നു. പക്ഷേ അവന്തികയുടെ ഒരേ ഒരു ലക്ഷ്യം മൂർത്തി ജ്വല്ലറിയെ തകർത്ത് ഏൻ ജ്വല്ലറിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് മാത്രമായിരിക്കും. സ്വന്തം അച്ഛനായ നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ചു കൊണ്ടാണ് കേട്ടോ അവന്തിക രഹസ്യങ്ങളെല്ലാം തന്നെ ചോർത്തിയിട്ട് അങ്ങോട്ടേക്ക് ജോലിക്ക് കയറിയിരിക്കുന്നത്. ആദർശിന് ഓരോ പണി ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാനും അവൾ മറക്കുന്നില്ല. ആദർശിന് ഓരോ പണി കൊടുത്ത് അവനെ താഴെ ഇറക്കി ആ സ്ഥാനം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവന്തിക നോക്കുന്നത്. ഈ ഒരു ഉദ്ദേശത്തിലാണ് അവൾ അവിടെ ജോലിക്ക് കയറിയിരിക്കുന്നത് തന്നെ. ആദർശനാണെങ്കിൽ അവന്തിക വന്നതോടുകൂടി തന്നെ മൂർത്തി ജ്വല്ലറി ജോലിക്ക് കയറിയത് കൊണ്ട് തന്നെ അവൻ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ആദർശ് അവളോട് പറയുന്നുണ്ട്, അബിയെ പോലെ നീ ഒരിക്കലും ആവരുത് മോളെ. നീ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എന്നെ പഠിക്കണം. അതിലൊരിക്കലും ഒരു കള്ളത്തരവും കാണിക്കാൻ നിൽക്കരുത്. നീ അപ്പച്ചിയുടെ മോളായത് കൊണ്ട് തന്നെ പറയാണ്. അന്നേരം അവന്തിക ചോദിക്കുന്നുണ്ട്, അതെന്താ ആദർശേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? ഒരമ്മയുടെ മക്കളാണെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെ ആവണമെന്നൊന്നുമില്ലല്ലോ. അമ്മയും അബിയും അവിടെ ചെയ്തു കൂട്ടുന്നതൊക്കെ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ കൂട്ടത്തിൽ ഏതായാലും എന്നെ കൂട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ പറയും. മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് മാത്രമാണ് എനിക്ക് വേദവാക്യം. നമ്മുടെ ജ്വല്ലറി അല്ലേ ഇത് തകർക്കാൻ ഞാൻ എന്താ ശ്രമിക്കുമോ എന്നൊക്കെ ചോദിക്കാട്ടോ അവന്തിക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ ദുബായിലുള്ള AN ജ്വല്ലറിക്കാരാണ് നമ്മളെക്കാൾ ടോപ്പിൽ നിൽക്കുന്നത്. അവർ നമ്മളെ തകർക്കാൻ നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അന്ന് ഞാൻ ജ്വല്ലറിയിലേക്ക് പോയപ്പോൾ എന്നെ ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ട് കള്ളക്കേസ് വരെ അവർ കൊടുത്തു. അങ്ങനെയാണ് ദുബായിലെ നമ്മുടെ സ്ഥാനം അങ്ങ് താഴെയായിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലും അവർ വേരുറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് അവരുടെ മെയിൻ ശത്രുക്കൾ. നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ കളികളും കളിക്കും. അതൊക്കെ നീ ശ്രദ്ധിക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവന്തികയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്, ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇതങ്ങ് പൂട്ടിക്കാൻ തന്നെയാണ് പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും. അങ്ങനെ അവന്തിക അവിടെ നിന്ന് സകല രഹസ്യങ്ങളും ചോർത്തി അച്ഛന് നേരെ കൊടുക്കും. അങ്ങനെ അവന്തിക അവിടെ നിന്നും മൂർത്തി ജ്വല്ലറിയുടെ സകല രഹസ്യങ്ങളും ചേർത്തിക്കൊണ്ട് തന്നെ AN ജ്വല്ലറിയിലെ MD ആയിട്ടുള്ള അച്ഛന് ചോർത്തി കൊടുക്കുന്നുണ്ട്. മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി തന്നെയായിരിക്കട്ടെ അവൾ അവിടെ കൂടിയിരിക്കുന്നത്. അന്നേരം ആദർശിനോട് ജയൻ പറയുന്നത്, ആദർശേ ഇപ്പൊ നമ്മുടെ ജ്വല്ലറിയുടെ സ്ഥാനമെല്ലാം താഴെയാണ്. അത് ഉയർത്താൻ നീ കഠിനമായി തന്നെ പരിശ്രമിക്കണം. ആദർശ് പറയുന്നത്, ശരിയാണ് അച്ഛാ. AN ജ്വല്ലറി ഇപ്പോ ഒന്നിനൊന്ന് കയറി വരികയാണല്ലോ. നവ്യയെ തന്നെ അവരുടെ മെയിൻ മോഡലായി നിർത്തിയിരിക്കുന്നത് നമ്മളോടുള്ള ശത്രുത കൊണ്ടാണ്. അനന്തപുരിയിലെ കൊച്ചുമോളാണ് അവരുടെ മോഡൽ എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ കുറച്ചിലാണ്. അത് ബിസിനസിനെയും ബാധിക്കുന്നുണ്ട്. ജയൻ പറയുന്നുണ്ട്, ഇപ്പൊ അവന്തിക കയറിയിട്ടുണ്ടല്ലോ. ജലജയുടെ മകളല്ലേ അവള്. അവൾ ജലജയുടെ മകളായത് കൊണ്ട് തന്നെ അവളെ അത്രക്കങ്ങ് വിശ്വസിക്കരുത് എന്ന് പറയും. ആദർശ് പറയുന്നുണ്ട്, ഞാൻ അവളെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല അച്ഛാ. എങ്കിലും അപ്പച്ചിയെ പോലെയോ അബയെ പോലെയോ ഒന്നും ആയിരിക്കില്ല അവൾ എന്ന് കരുതുന്നു. ജയൻ പറയുന്നുണ്ട്, സൂക്ഷിക്കണം മോനെ, ഇല്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് അവന്തിക വരും. മുത്തശ്ശൻ നിന്നെ ഇപ്പോൾ MD ആക്കിയെങ്കിലും എന്തെങ്കിലും ഒരു തകർച്ചയുണ്ടാക്കി കഴിഞ്ഞാൽ മുത്തശ്ശൻ നിന്റെ ആ സ്ഥാനം പോലും മാറ്റും. ഞങ്ങളെ എപ്പോഴും അച്ഛൻ ഉയർന്ന സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യോഗ്യരല്ലെന്ന് തോന്നിയ അച്ഛൻ മറ്റൊരാളെ അങ്ങോട്ടേക്ക് കുടിയിരുത്തും. അങ്ങനെ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഒഴുക്കൻ മട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും നന്ദുവിന്റെയും അനിയുടെയും പ്രണയം പൂവിടുന്നത്. പക്ഷേ നവീൻ തന്നെ വിവാഹം ആലോചിക്കുന്നുണ്ടെന്നൊന്നും നന്ദുവിന് അറിയില്ല. നവീൻ ഒരു ദിവസം കനകദുർഗയോടും ഗോവിന്ദനോടും തനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയും. കനകദുർഗക്ക് ഇത് കേട്ടപ്പോൾ ഒരുപാടധികം സന്തോഷമായി. മോനെ, ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. നിങ്ങൾ നല്ല തറവാട്ടുകാരാണ്. മോന് നല്ല ജോലിയുമുണ്ട്. പക്ഷേ മോന്റെ അമ്മ സമ്മതിക്കാതെ ഈ വിവാഹം നടക്കില്ല. നവീന് പറയുന്നുണ്ട്, അമ്മക്കൊരു നാടൻ പെൺകുട്ടിയാണ് ഇഷ്ടം. ജോലിയുള്ള നന്ദുവിനെ പോലെയുള്ളവരെയൊന്നും എൻ്റെ അമ്മക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ കനകദുർഗ പറയും, മോന്റെ അമ്മക്കും കൂടി ഈ ബന്ധത്തിന് സമ്മതമാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറയും. അമ്മയും മുത്തശ്ശനും വന്ന് സംസാരിക്കട്ടെ. നന്ദു ഇതൊന്നും തന്നെ അറിയുന്നുണ്ടാവില്ല. നവീൻ വീട്ടിലേക്കെത്തി ആകെ ടെൻഷനിലായിരിക്കും. അവൻ എങ്ങനെയെങ്കിലും നന്ദുവിനെ വിവാഹം കഴിക്കണമെന്നൊരൊറ്റ ചിന്ത മാത്രമാണ്. അവൻ അമ്മയോട് തൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദുവാണെന്ന് തുറന്നു പറഞ്ഞു. അമ്മക്ക് അത് കേട്ടതോടുകൂടി തന്നെ ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു. ആരാടാ ആ SI നന്ദുവോ? അവളാണോ നിന്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നത്? ഇല്ലടാ, ഇതൊരിക്കലും നടക്കില്ല. തൻ്റെടയായ മരുമകളെ എനിക്ക് വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. അവൾ എനിക്ക് മരുമകളായിട്ട് വേണ്ട എന്ന് തന്നെ അമ്മ അങ്ങ് തറപ്പിച്ച് പറയാണ്. ദർശൻ പറയുന്നുണ്ട്, നന്ദുമോള് ധൈര്യമുള്ള പെൺകുട്ടിയാണ്. പക്ഷേ ഇവൾക്ക് അവളെ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ ജീവിതം സമാധാനമാകില്ല മോനെ. നവീൻ പറയും, അമ്മക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ല അല്ലേ? എനിക്ക് നന്ദുവിനെ തന്നെ വേണം. എനിക്ക് അവളെ ഒരുപാടധികം ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാടധികം തർക്കങ്ങൾക്കൊടുവിൽ നവീൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങ് സമ്മതിപ്പിക്കും. മുത്തശ്ശനും അമ്മയും നന്ദാവനത്തിൽ പോയിട്ട് വിവാഹം ആലോചിക്കുകയാണ്. നന്ദു ഇത് കേട്ട് അന്തം വിട്ടു നിന്നു. നന്ദുവിന്റെ മനസ്സ് മുഴുവൻ അനിയിലാണല്ലോ. വീട്ടുകാരെ വിവാഹം ഉറപ്പിച്ചു. നന്ദുവും നവീനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയാണ്. നന്ദു അനിയെ വിളിച്ച് സംസാരിച്ചു. വിവാഹം ഉറപ്പിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്തന്നെ അനി ആകെ പെട്ടുപോയി. അനി പറയാണ്, നവീൻ എന്നോട് ഈ കാര്യം ആദ്യമേ പറഞ്ഞിരുന്നു നന്ദു. പക്ഷേ എനിക്കത് നിന്നോട് എങ്ങനെ പറയുമെന്ന് അറിയില്ല എന്ന് പറയുന്ന സമയത്തിന് നന്ദുവിന് ദേഷ്യം വരികയാണ്.
പിന്നീട് അനി പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒളിച്ചോടിയാലോ എന്ന് ചോദിക്കാണ്. പക്ഷേ അതിനൊന്നും തന്നെ നന്ദു സമ്മതിക്കുന്നില്ല. ഒടുവിൽ നവീനോട് സത്യം തുറന്നു പറയാൻ തന്നെ അവർ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് നവീനോട് പറയുമ്പോൾ നവീൻ ആകെ ഞെട്ടിപ്പോയി. പക്ഷേ വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് തനിക്കിതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് നവീൻ തീർത്തും പറഞ്ഞു. അങ്ങനെ മറ്റു വഴിയൊന്നുമില്ലാത്തതുകൊണ്ടും നന്ദു അനിയുടെ കൂടെ ഒളിച്ചോടി പോവാനും താല്പര്യമില്ലാത്തതുകൊണ്ടും നവീൻ ഏതായാലും നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന കാര്യം ഉറപ്പായി. അങ്ങനെ മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ നന്ദു ഗർഭിണിയാണ് എന്നുള്ള കാര്യം പറഞ്ഞ് വിവാഹം മുടക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. നന്ദു തന്റെ വീട്ടുകാരോട് ഈ ഒരു വിവരം പറഞ്ഞു. അത് കേട്ടപ്പോൾ കനകദുർഗയും ഗോവിന്ദനും ആകെ ഷോക്കാവാണ്. കനകദുർഗ ബഹളം വെച്ചു. നവീന്റെ വീട്ടുകാരെ ഈ ഒരു വിവരം അറിയിച്ചു. അങ്ങനെ ആ ഒരു വിവാഹത്തിൽ നിന്നും അവരങ്ങ് മടങ്ങിപ്പോവാണ്. അങ്ങനെ ആ ഒരു വിവാഹം, നവീനുമായിട്ടുള്ള നന്ദുവിന്റെ വിവാഹം അങ്ങ് മുടങ്ങിപ്പോവാണ്. നന്ദുവിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. എടി പിഴച്ചവളെ, നീ ഏതായാലും ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കനകദുർഗയും ഗോവിന്ദനും ചേർന്നുകൊണ്ട് തന്നെ നന്ദു ഗർഭിണിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് അവളെ അവിടെ നിന്നും മാറ്റിയിറക്കി. അങ്ങനെ നന്ദുവിനാണെങ്കിൽ പോവാൻ മറ്റു വഴിയില്ലാത്തത് കൊണ്ട് നന്ദു നേരെ അനിയുടെ കൂടെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ്. അനിയും നന്ദുവും ഒരുമിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരുന്നത് കാണുന്ന സമയത്തിന് ജാനകിക്ക് ദേഷ്യം വരും. അങ്ങനെ നന്ദുവിനെ വീട്ടിലേക്ക് കയറ്റാൻ പോലും ജാനകി സമ്മതിക്കുന്നില്ല. രജിസ്റ്റർ വിവാഹത്തിന് ശേഷം അനിയോടൊപ്പം ആ ഒരു പടിയിറങ്ങുമ്പോൾ നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും ഉള്ളിൽ അനിയെ സ്വന്തമാക്കിയതിന്റെ ആ ഒരു ആശ്വാസമുണ്ടായിരുന്നു. അനന്തപുരിയിലേക്ക് അവരെ കയറ്റാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അവർ അവിടെ നിന്നും പടിയിറങ്ങി. അവര് ടൗണിന് അല്പം ദൂരെയുള്ള ചെറിയൊരു വാടക വീട്ടിലേക്കാണ് അനി നന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോയത്. അനന്തപുരിയിലെ രാജകീയ സുഖ സൗകര്യങ്ങളിൽ വളർന്ന അനിക്ക് ഈ കൊച്ചു വീട് ആദ്യമൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നുവെങ്കിലും നന്ദുവിന്റെ സാമീപ്യം അവന് കരുത്തേകി. ജോലിയിൽ നിന്നും തനിക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന ഭയമുണ്ടായിരുന്നുവെങ്കിലും നന്ദു ധൈര്യത്തോടെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ അഭിമുഖീകരിച്ചു. എന്നാൽ കാര്യങ്ങൾ അത്രമാത്രം സുഖകരമൊന്നുമായിരുന്നില്ല. ജലജയും അവിയും ഈ അവസരം മുതലെടുത്ത് ആദർശിന്റെയും മുത്തശ്ശന്റെയും മനസ്സിൽ നന്ദുവിനും അനിക്കുമെതിരെ കൂടുതൽ വിഷം നിറച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മുത്തശ്ശന് നന്ദുവും അനിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് ഒരുപാടധികം താല്പര്യമായിരുന്നു. ആദർശിനും നയനക്കും എല്ലാവർക്കും സമ്മതമായിരുന്നു. ജാനകിയുടെ ഒരൊറ്റ പിടിവാശി കൊണ്ട് മാത്രമായിരിക്കട്ടോ അനി നന്ദുവിനെ കൂട്ടിക്കൊണ്ട് നേരെ വാടക വീട്ടിലേക്ക് പോയിരിക്കുന്നത്. ഇതേ സമയത്ത് അവന്തികയാണെങ്കിൽ മൂർത്തി ജ്വല്ലറിയിൽ തന്റെ പണിയെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആദർശിന്റെ കണ്ണ് വെട്ടിച്ചു കൊടുത്ത മൂർത്തി ജ്വല്ലറിയിലെ പ്രധാനപ്പെട്ട മാസ്റ്റർ പീസ് ഡിസൈനുകളെല്ലാം തന്നെ അവൾ അതെടുത്തിട്ട് നേരെ നാഗേന്ദ്രന് കൈമാറി. തന്റെ അച്ഛന് ആ ഒരു ഫോട്ടോസ് എല്ലാം കണ്ട് ആ ഡിസൈൻസ് എല്ലാം കണ്ടതോടുകൂടെ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് വലിയൊരു ബിസിനസ് തകർച്ചയിലേക്ക് തന്നെ മൂർത്തി ജ്വല്ലറിയെ എത്തിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആദർശിനെ സഹായിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ഒടുവിൽ നയനയാണ് അനിയുടെയും നന്ദുവിന്റെയും സഹായം തേടുന്നത്. കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടുവെങ്കിലും അനി തന്റെ ജ്വല്ലറി പരിജ്ഞാനവും നന്ദു തന്റെ ഇൻവെസ്റ്റിഗേഷൻ ജ്വല്ലറിയിൽ നിന്നും സ്വയം പുറത്തുപോയെങ്കിലും അനി തന്റെ ജ്വല്ലറി പരിജ്ഞാനവും നന്ദു തന്റെ ഇൻവെസ്റ്റിഗേഷൻ ബുദ്ധിയും ഉപയോഗിച്ച് അവന്തികയുടെ ചതി പുറത്തു കൊണ്ടുവരാൻ രഹസ്യമായി തന്നെ നീക്കങ്ങൾ നടത്തിയിരുന്നു. നന്ദു ഗർഭിണിയാണെന്ന് പറഞ്ഞതെല്ലാം തന്നെ ഒരു നുണയായിരുന്നു എന്ന് നവീൻ പിന്നീട് തിരിച്ചറിഞ്ഞുവെങ്കിലും അവരുടെ പ്രണയത്തിന്റെ ആഴം അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ അനിക്കും നന്ദുവിനും പിന്തുണയായി തന്നെ നവീൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ അവന്തികയും നാഗേന്ദ്രനും ചേർന്നുകൊണ്ടതിനെ ഒരു വലിയ സ്വർണ്ണക്കടത്ത് കേസിൽ ആദർശിനെ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഗൾഫിലുണ്ടായിരുന്ന അതേ ചതി തന്നെയാണ് അവരിവിടെയും നടപ്പിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ SI നന്ദുവിന്റെ സമയോചിതമായ ഇടപെടൽ അവരെ റെഡ് ഹാൻഡായി പിടികൂടാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടെ അവന്തികയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയും മുത്തശ്ശനും ആദർശും തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിയുകയും ചെയ്തു. നന്ദുവും അനിയും കാണിച്ച ആത്മാർത്ഥ സ്നേഹമെല്ലാം മനസ്സിലാക്കി ജാനകി അവരെ ഹൃദയപൂർവ്വം തന്നെ അനന്തപുരിയിലേക്ക് തിരികെ വിളിച്ചു. നന്ദുവിന്റെ വീട്ടുകാരും അവരുടെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങുന്നതോടുകൂടെ ആ വലിയ കുടുംബം വീണ്ടും ഒന്നായി. നുണകൾക്ക് മീതെ സത്യം ജയിക്കുന്നുണ്ട് എങ്കിലും അബിയുടെ സന്തോഷം അത്ര കാലമൊന്നും നീണ്ടു നിന്നില്ല. അബിയെ കുറിച്ചിട്ടുള്ള സകല സത്യങ്ങളും നവ്യ കണ്ടെത്തുന്നുണ്ട് എന്ന് മാത്രമല്ല അബിയുടെ സകല കള്ളത്തരങ്ങളും നവ്യ കണ്ടെത്തുന്നുണ്ട് എന്ന് മാത്രമല്ല അബീനെ പിന്നീട് അനന്തപുരി ട്രസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കും. അബിയുടെയും ജലജയുടെ സ്വത്തുക്കളെല്ലാം തന്നെ പിന്നീട് അനന്ത പത്മനാഭന്റെയും നവ്യയുടെയും പേരിലേക്ക് മുത്തശ്ശൻ എഴുതുന്നൊക്കെയുണ്ട്. അങ്ങനെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.